ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ആശയങ്ങൾ ഇതിനകത്ത് തരാനുണ്ട്. അതിനോടൊപ്പം കഴിവതും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാം. കാരണം എന്ന് പറയുമ്പോൾ ഓക്കെ, ദർ ഇസ് സം സർപ്രൈസ്. ഫൈൻ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSCയുടെ ആ ഒരു തീരുമാനം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒക്ടോബർ 15 കേട്ടോ. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ 6-7 ആണല്ലേ. നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 കാറ്റഗറി നമ്പർ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന് KSFE പോലെയുള്ള, അതുപോലെ KSEP, KSCB എന്നീ ബോർഡുകളിലേക്കുള്ള ഒരു പ്രത്യേക കാറ്റഗറി നമ്പറും, അതുപോലെ KSRTC, KLDB, അതുപോലെ ഫാമിംഗ് കോർപ്പറേഷൻ, അങ്ങനെ വരുന്ന ഒരു ലോട്ട് ഓഫ് ഒത്തിരി കമ്പനി ആൻഡ് കോർപ്പറേഷൻസ് ഉണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ. അപ്പോൾ അതിന് 2 കാറ്റഗറി നമ്പർ ആയിട്ട് വരികയും, അപ്പോൾ ഒരു പരീക്ഷ നടത്തുകയും 2 റാങ്ക് ലിസ്റ്റ് നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഒരു അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഏതാടാ, നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ, അത് കഴിഞ്ഞിതാ വന്നിരിക്കുന്നു. അതിനേക്കാളൊക്കെ ഇരട്ടി അഡ്വൈസ് ഉറപ്പായിട്ടും പോകും നമുക്ക് ഉറപ്പുള്ള കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ അല്ലേ, കമ്പനി കോർപ്പറേഷൻ വേരിയസ്. അപ്പോൾ കഴിഞ്ഞ 2019 നടന്ന പരീക്ഷയിൽ നിന്ന് ഏകദേശം 3000-ലധികം അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ നിലവിലത്തെ അഡ്വൈസ് നിലയൊക്കെ നമുക്ക് പരിശോധിക്കാം. എങ്ങനെ പോയാലും 2000-ന് മുകളിൽ അഡ്വൈസ് പോകുമെന്ന് ഉറപ്പുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ. ഈ 2019 മുതൽ കേരള PSC നമ്മുടെ പരീക്ഷയുടെ രീതിയിൽ ഒരുപാട് പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് പ്രിലിംസ് പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ 2026 ജനുവരിയിലായിരിക്കും അല്ലെങ്കിൽ 2025 ഡിസംബറിലായിരിക്കും ഇതിന്റെ ആന്റിസിപ്പേറ്ററി ഡേറ്റ് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പലപ്പോഴും റാങ്ക് ഫയലിന്റെ വലിപ്പമോ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്ത് തോന്നാറുണ്ട്, ഒരു എക്സോഷൻ ഫീലിംഗ് പലപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ. അത് വേറൊന്നും കൊണ്ടല്ലടാ, നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവണം ആദ്യം എന്താണ് റൂട്ട്, എന്താണ് ചോദ്യങ്ങളുടെ റൂട്ട് എന്താണെന്നുള്ള കാര്യം ഒരു വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സഹകാരി റേസ് പ്ലസ് കഴിഞ്ഞ 4 വർഷമായിട്ട് കേരള PSC മേഖലയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാന ബേസ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്, അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കണ്ടന്റ് മാത്രം തരുമ്പോൾ, അല്ലെങ്കിൽ അത് പഠിപ്പിച്ച് ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇക്കഴിഞ്ഞ 4 വർഷമായിട്ട് 19 കേരള PSC പരീക്ഷകളിൽ 1ാം റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ സ്ട്രാറ്റജിയാണ്. അപ്പോൾ വെറുതെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഏറ്റവും ടോപ്പ് കണ്ടന്റ് കൊടുത്താൽ മാത്രം പോരാ. ഇത് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മടി പിടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഡെഡ് ലൈൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും എപ്പോഴും ചെയ്യണം, എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു വെറും മെന്റർഷിപ്പ് പ്രോഗ്രാം ഒന്നും വിളിച്ചാൽ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ സഹകാരി അതിനെക്കുറിച്ച് എപ്പോഴും വിശേഷിപ്പിക്കുന്നത് നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. എന്താണ്, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു ദിവസം പോയിട്ട് പഠിക്കാതെ എന്നാൽ പിറ്റുന്ന വഴക്ക് കിട്ടുമെന്ന് പേടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് പേടിച്ചെങ്കിലും പഠിക്കും അല്ലേ. അപ്പോൾ അതുപോലൊരു ഫീല് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഉള്ള 4 വർഷമായിട്ട് ഈ ആദ്യ റാങ്കുകളിലേക്ക് ഉദ്യോഗാർത്ഥികളോടൊപ്പം നമ്മൾ നടന്നു കയറുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായിട്ട്, ഇൻ കേസ് നിങ്ങൾ സഹകാരിയുടെ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീസിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. എസ്പെഷ്യലി നിങ്ങൾ ഈ പറഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2026 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ ഈ ഒരു എക്സാമിനേഷൻ മാത്രമല്ല മക്കളെ, ഒന്ന് SBCID നമുക്ക് നിങ്ങൾ കുറെ പേര് അപേക്ഷ കൊടുത്ത് കാണും അല്ലേ. പോലീസിലേക്കുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അതിനകത്ത് ഫിസിക്കൽ ഇല്ല, അതുപോലെ യൂണിഫോം പോസ്റ്റും അല്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസം വിളിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ അപേക്ഷ കൊടുക്കുക, 3-ാം തീയതിക്കുള്ളിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് എന്തിനാണ്, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തന്നെയാണ്. അപ്പോൾ അത് വന്നിരിക്കുന്നു, ഇനിയും നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. ഇപ്പോൾ 2026 ഒത്തിരി പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഫീസിനെ കുറിച്ച് ഇപ്പോൾ ആവലാതി വേണ്ട. അതാണ് സഹകാരി റേസ് പ്ലസ് നിങ്ങൾക്ക് ഈ വിദ്യാരംഭ ദിനത്തിൽ തരുന്ന ഒരു വാക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 മാസം നിങ്ങളെ വെറും 99 രൂപയ്ക്ക് സഹകാരി റേസ് പ്ലസ് പഠിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് അറിയാം അത് എത്ര ചെറിയൊരു എമൗണ്ട് ആണെന്നുള്ള കാര്യം. അപ്പൊ ഇത് സഹകാരി റേസ് പ്ലസ് എന്ന ഈ സ്ഥാപനം 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. അതുപോലെ നമ്മുടെ 5ാമത്തെ വിദ്യാരംഭമാണ്. അതുപോലെ 1000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് സഹകാരികളെ പഠിച്ച് അഡ്വൈസ് കൈപ്പറ്റി കഴിഞ്ഞു. ഈ ഒരു സന്തോഷ അവസരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആദ്യത്തെ ഒരു മാസം നമുക്ക് വെറും 99 രൂപയ്ക്ക് ഈ കോഴ്സ് എൻറ്റയർ മെന്റർഷിപ്പ് അടക്കം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഷെയർ ചെയ്യുക. ആ ഒരു മാസത്തെ പഠനം തന്നെ മതിയാവും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട്. അപ്പോൾ കുറച്ചധികം ടോപ്പിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജിയിൽ കവർ ചെയ്ത് ഡെയിലി എക്സാമിനേഷൻ എഴുതി, വീക്ക്ലി എക്സാമിനേഷൻ എഴുതി, റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടോന്ന് പരിശോധിച്ച് നിങ്ങൾ ഔട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വഴക്കം തന്ന് അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം വെറും 99 ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ ഡിഗ്രി പ്രിലിംസ് 2026 എന്നൊരു കോഡും കിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നോക്കാം മക്കളെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നമ്മളിതിൽ എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും നോക്കാം. 2025, 24, 23, 22, 20 അതുപോലെ 20 ഈ വർഷം ഈ സമയങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിലിംസ് ആണ്. പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുള്ള ആ ഒരു പരീക്ഷയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 47.56, 37.64, 39, 40, 49, 46. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസ് പരീക്ഷ ആയപ്പോഴത്തേക്ക് എത്ര 50,000 പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അല്ലെ? 50,000 പേര്, അത്രയും വേണ്ടായിരുന്നു നമുക്ക് തന്നെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ഓഫ് വന്നത്. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് അത്യാവശ്യം ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പിന്നെ എന്താ മെയിൻസിന്റെ കാര്യം നമുക്ക് നോക്കാം. മെയിൻസിന്റെ പരീക്ഷകൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ലെവലിൽ അല്ലെ ഇതുപോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് വെൽ പോസിബിൾ ആണ്. നിങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഫോളോ ചെയ്യുക. മനസ്സിലായി? നിങ്ങൾ പ്രത്യേകം നിങ്ങളുടേതായിട്ടൊരു പ്ലാനിങ് നിങ്ങൾ കൊണ്ടുവരണ്ട. നിങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഫോളോ ചെയ്ത് ബിഗിനിങ് ടു എൻഡ് നമുക്ക് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. ഗൂഗിൾ മീറ്റിൽ ഞാൻ ഉണ്ടാവും. നമുക്കൊരു കൃത്യമായ മോട്ടിവേഷനോടെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആ ഗൂഗിൾ മീറ്റിൽ ആദ്യ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. സഹകാരി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ കുറേ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും നല്ല ബിസി ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ആ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുക, അതിനുശേഷം മാത്രം 1 മന്ത് പ്രോഗ്രാമിൽ കയറുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തതിന് മുന്നേ വന്ന പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ KSRTC KLD ബോർഡ് ഈ ഒരു കണക്കിനാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ 653/2021 കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് വന്നത് 53.67 ആയിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അവിടെ 1734 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതുപോലെ അതിനകത്ത് മൊത്തം 794 പേരെയാണ് അഡ്വൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇതാ ഇപ്പോൾ എത്ര ജനുവരി 2024 ജനുവരിയിൽ വന്നു. ഇപ്പോൾ 25 ജനുവരി 25 അവസാനിക്കാറ്. ഇനി ഏകദേശം ഒരു വർഷം കൊണ്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ 26 മെയ് മാസത്തിൻ്റെ റിട്ടയർമെൻറ്റോടെ ഇവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് മാത്രം ഏകദേശം എങ്ങനെ പോയാലും 1300 അഡ്വൈസ് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം 26/2022 കാറ്റഗറി നമ്പർ വന്നത്. അടുത്തത് KSFE-ലേക്കും അതുപോലുള്ള മറ്റുള്ള ഇതര സ്ഥാപനങ്ങളിലേക്കാണ്. അവിടെ കട്ട് ഓഫ് മാർക്ക് താരതമ്യം കുറച്ചുകൂടെ കുറവായിരുന്നു. 43.33 ആയിരുന്നു കേട്ടോ. റാങ്ക് ലിസ്റ്റ് വന്നത് 13/3/2024 അപ്പോൾ നമുക്ക് അവിടെ മെയിൻ ലിസ്റ്റിൽ 3763 പേരെ ഉൾപ്പെടുത്തി. ഇപ്പോൾ നിലവിൽ 1621 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരൊറ്റ പരീക്ഷ എന്ന് മാത്രം നമുക്ക് ഏകദേശം ഒരു 2000-ന് മുകളിൽ എങ്ങനെ പോയാലും അല്ലെങ്കിൽ 2200, 2300 ആ റേഞ്ചിലേക്ക് നമുക്ക് അടുത്ത വർഷത്തെ റിട്ടയർമെൻറ്റോടെ കഴിയുമ്പോഴത്തേക്കും ലിസ്റ്റ് പോകുന്നുള്ള സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ 2 റാങ്ക് ലിസ്റ്റിൽ നിന്നും കൂടെ ആയിട്ട് ഏകദേശം 3000-ലധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ആകുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഇത്രയും അധികം വേക്കൻസികൾ റിപ്പോർട്ട് ആകുന്ന പരീക്ഷകൾ വേറെ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോ, പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് പഠിക്കുക അല്ലേ, 2 റിവിഷൻ ചെയ്യുക. റിവിഷൻ സഹകാരിയുടെ പ്രത്യേകം പ്ലാൻ ഉണ്ട്. അതിനൊരു റിവേഴ്സ് റിവിഷൻ സ്ട്രാറ്റജി എന്ന പരിപാടി തന്നെയുണ്ട്. പിന്നെ റിവിഷൻ ചെയ്യുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിന് അപ്പുറം പകരം വെക്കാൻ വേറെ ഒരു പരിപാടിക്കും പറ്റത്തില്ല. അതുപോലെ അവസാനം പെർഫോം ചെയ്യുക. ഈ പെർഫോമൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് പറഞ്ഞു തന്നിട്ട് മാത്രമേ നിങ്ങളെ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ അത് ഓവറോൾ കോഴ്സ് ഡ്യൂറേഷൻ നമ്മുടെ എക്സാമിനേഷൻ വരെയാണ്.
അല്ല നമുക്ക് 6 മാസ പ്രോഗ്രാം, 1 ഇയർ പ്രോഗ്രാം, 3 മാസ പ്രോഗ്രാം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നുമില്ല. എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടാ, ഒരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മന്തിൻ്റെ ആ ഒരു കോഴ്സിന് നിങ്ങൾക്ക് 1 മാസത്തേക്ക് നമ്മൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതിനുവേണ്ടി 99 രൂപയാണ് ഫീസ് സ്ട്രക്ചറായിട്ട് വരുന്നത്. അപ്പോൾ അത് ഫീസ് അടയ്ക്കാനുള്ള സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരിക്കും. ആദ്യം ഗൂഗിൾ മീറ്റ് പങ്കെടുക്കുക, അതിനുശേഷം നമുക്ക് നേരിട്ട് കാണാം. അതുപോലെ നമുക്ക് കോഴ്സിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതിനോടൊപ്പം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന കോഡും കൂടി ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അറിയാൻ പറ്റും ഏത് കോഴ്സാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനോടൊപ്പം ആ ഗൂഗിൾ മീറ്റിൽ നമുക്ക് നേരിട്ട് സംവദിക്കാം കേട്ടോ. അപ്പോൾ ഈ 2026 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വർഷം ആവണം മക്കളെ. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഞെട്ടലിൽ നിന്നൊക്കെ മോചിതരായി മുന്നോട്ട് വരേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇരിക്കാൻ ഒരു നിമിഷം സമയമില്ല. കാരണം നിങ്ങൾ ആൾറെഡി പ്രിപ്പയർ ചെയ്ത് ഒരു പരുവത്തിനെത്തി നിൽക്കുന്ന ആൾക്കാരും ബിഗിനേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടെത്താൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും കേപ്പബിലിറ്റിയുള്ള ഒരു സാധനം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അത് എന്ന് പറയുമ്പോൾ ഈ നിമിഷമാണ്. നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഈ നിമിഷം, വെരി ദിസ് മൊമെന്റ്. ഈ മൊമെന്റിൽ നീ ഒരു കാര്യം ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ അടുത്ത നിമിഷത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് ചിന്തിക്കേണ്ടത്. ഇതിന്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണടാ നമ്മുടെ ജീവിത വിജയം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഓരോരോ നിമിഷങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ ഓരോ നിമിഷത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ നിമിഷവും വാല്യുബിൾ ആയിട്ട് ചെലവഴിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തവനാണ് നീ. അതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് റീസൺസ് നിന്റെ ലൈഫിലൂടെ കടന്നു വരും. അതിലൊന്നും പിടികൊടുക്കാതിരിക്കുക. ഉറപ്പായിട്ടും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.